നമസ്കാരം. പ്രധാന വാർത്തകൾ. നെന്മാറ ഇരട്ടക്കൊലപാതകം. കൊല്ലപ്പെട്ട സുധാകരന്റെ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ മകൾക്ക് ജോലി നൽകുമെന്ന് ആരോഗ്യമന്ത്രി ഉറപ്പു നൽകിയതായി രമേശ് ചെന്നിത്തല. ഇളയ മകൾക്ക് തുടർ പഠനത്തിന് സാഹചര്യം ഒരുക്കണമെന്നും മന്ത്രിയോട് ആവശ്യപ്പെട്ടു. കുട്ടികളെ രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. കാർണവർ കൊലക്കേസ് പ്രതിയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനത്തിനെതിരെ ഗവർണറെ സമീപിക്കുമെന്നും രമേശ് ചെന്നിത്തല. നെന്മാറയിൽ കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് സഹായ വാഗ്ദാനവുമായി യൂത്ത് കോൺഗ്രസും. വാളയാറിലെയും വേലന്താവളത്തെയും മോട്ടോർ വാഹന ചെക്ക് പോസ്റ്റുകളിൽ വീണ്ടും വിജിലൻസിന്റെ രാത്രികാല മിന്നൽ പരിശോധന. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് കൈക്കൂലി പണം പിടിച്ചെടുത്തു. ഈ മാസം ചെക്ക് പോസ്റ്റുകളിൽ വിജിലൻസ് രാത്രിയിൽ മിന്നൽ പരിശോധന നടത്തിയത് ഇത് 3ാം തവണ. കേന്ദ്ര സർക്കാരിന്റെ ജൽ ജീവൻ മിഷൻ സമഗ്ര കുടിവെള്ള പദ്ധതി പാലക്കാട് ജില്ലയിൽ മന്ത്രി MP രാജേഷ് മദ്യ കമ്പനിക്ക് വേണ്ടി അട്ടിമറിച്ചെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ. എല്ലാവർക്കും കുടിവെള്ളം എത്തിച്ചിരുന്നുവെങ്കിൽ മലമ്പുഴ ജലം പൂർണ്ണമായും ഉപയോഗിക്കപ്പെടുമായിരുന്നു. ദീർഘവീക്ഷണത്തോടെ ഇക്കാര്യം കണ്ടാണ് പദ്ധതി അട്ടിമറിക്കാൻ മന്ത്രി നേതൃത്വം നൽകിയതെന്നും പരസ്പരവിരുദ്ധ പ്രസ്താവനകളാണ് MP രാജേഷ് നടത്തുന്നതെന്നും C കൃഷ്ണകുമാർ. ദേശീയപാത കുഴൽമന്നം വെള്ളപ്പാറയിൽ ടാങ്കർ ലോറിക്ക് പിന്നിൽ കാറിടിച്ച മുണ്ടൂർ സ്വദേശിനിക്ക് ദാരുണാന്ത്യം. മരിച്ചത് മുണ്ടൂർ വേലിക്കാട് ഫിലിപ്പിന്റെ ഭാര്യ സാറാമ്മ. അപകടത്തിൽ കാർ ഓടിച്ചിരുന്ന ഫിലിപ്പിന് ഗുരുതര പരിക്ക്. അപകടം സംഭവിച്ചത് കോട്ടയത്തെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മുണ്ടൂരിലെ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ. മണ്ണൂർ കൈമുകുന്നത്തുകാവ് ട്രസ്റ്റി ബോർഡിനെതിരെ ഭക്തജന കമ്മിറ്റി. ആചാരലംഘനവും ക്ഷേത്ര സംസ്കാരത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങളും അംഗീകരിക്കാനാകില്ല. ശനിയാഴ്ച വൈകിട്ട് മണ്ണൂർ കൂട്ടുമുക്കിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ഭക്തജന കമ്മിറ്റി ഭാരവാഹികൾ. കായിക പ്രേമികൾക്ക് ശുഭവാർത്ത. വാണിയംകുളത്ത് ഗ്രാമപഞ്ചായത്തിന്റെ ടർഫ് നിർമ്മാണം അവസാന ഘട്ടത്തിൽ. സംസ്ഥാന സർക്കാർ അനുവദിച്ച 4.32 കോടി രൂപ ചെലവിൽ സ്പോർട്സ് കൌൺസിൽ ആധുനിക മൈതാനം സ്ഥാപിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് സ്ഥലത്ത്. ടർഫ് മാർച്ചിൽ നാടിന് സമർപ്പിക്കുമെന്ന് കായികമന്ത്രി V അബ്ദുറഹ്മാൻ. തൃശൂർ പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ദേശമംഗലം കൊണ്ടയൂർ ഓങ്ങല്ലൂർ കാരക്കാട് പാലം യാഥാർത്ഥ്യത്തിലേക്ക്. ഭാരതപ്പുഴയിൽ ചേലക്കര പട്ടാമ്പി മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ റിവ്യൂ മീറ്റിംഗ് ചെറുതുരുത്തിയിൽ നടന്നു. ജനങ്ങളുടെ സഹകരണമുണ്ടായാൽ പദ്ധതി ഈ വർഷം നടപ്പാക്കാനാകുമെന്ന് MLA-മാരായ UR പ്രദീപിന്റെയും മുഹമ്മദ് മുഹസിന്റെയും ഉറപ്പ്. പൂടൂർ പാതയിൽ പെരിങ്ങുളങ്ങര ചേന്നംകാട് മലമ്പുഴ കനാൽ പാലം അപകടാവസ്ഥയിൽ. പതിറ്റാണ്ടുകളായി പാലം തകർച്ചാ ഭീഷണിയിലെന്ന നാട്ടുകാർ. അധികാരികളുടെ അനാസ്ഥ അവസാനിപ്പിക്കണമെന്ന ആവശ്യം. വന്യമൃഗങ്ങളുടെ ആക്രമണം തടയുന്നതിൽ പരാജയപ്പെട്ട വനം മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മാത്തൂരിൽ കർഷക കോൺഗ്രസ് പ്രതിഷേധം. വാർത്തകൾ വിശദമായി. പാലക്കാട് പോത്തുണ്ടിയിൽ കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കളായ അതുല്യയെയും അഖിലയെയും കുഴൽമന്നം ചിതലിയിൽ വലിയമ്മയുടെ വീട്ടിലെത്തി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. നഴ്സിംഗ് കഴിഞ്ഞ മൂത്ത മകൾക്ക് NHM ജില്ലാ ആശുപത്രിയിൽ ജോലി നൽകണമെന്നും ഇളയ മകളുടെ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിനോട് അദ്ദേഹം ഫോണിൽ സംസാരിച്ചു. വെള്ളിയാഴ്ച രാവിലെയാണ് രമേശ് ചെന്നിത്തല നെന്മാറയിൽ കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കളെ കാണാൻ എത്തിയത്. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പോലീസിന്റേത് ഗുരുതര വീഴ്ചയെന്ന് കുട്ടികളെ കണ്ട ശേഷം രമേശ് ചെന്നിത്തല പറഞ്ഞു. ജാമ്യത്തിലിറങ്ങിയ പ്രതി ജാമ്യവ്യവസ്ഥ ലംഘിച്ചാൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ കഴിയും. കുടുംബത്തിന് നേരെ ഭീഷണിയുണ്ടായിട്ടും ഗൗരവത്തിലെടുക്കാൻ പോലീസ് തയ്യാറായില്ല. സർക്കാർ കുട്ടികളെ ഏറ്റെടുക്കണം. മന്ത്രി വീണ ജോർജുമായി സംസാരിച്ചു. നഴ്സിംഗ് കഴിഞ്ഞ കുട്ടിക്ക് ജില്ലാ ആശുപത്രിയിൽ ജോലി നൽകും. BCom-ന് പഠിക്കുന്ന അതുല്യയ്ക്ക് തുടർ പഠനത്തിനുള്ള സാഹചര്യം ഒരുക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. ഗാന്ധിഗ്രാമം പദ്ധതിയിൽ നിന്ന് 1.5 ലക്ഷം രൂപ കുട്ടികൾക്ക് നൽകുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പോലീസ് അനാസ്ഥയിൽ പ്രതിഷേധിച്ചവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് പിൻവലിക്കണം. ഇക്കാര്യം DGP-യോട് ആവശ്യപ്പെടും. ചെങ്ങന്നൂർ കാർണവർ കൊലക്കേസ് പ്രതി ഷെറിനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നതിനെതിരെ ഗവർണറെ സമീപിക്കുമെന്നും പിന്നീട് രമേശ് ചെന്നിത്തല പറഞ്ഞു. മന്ത്രിസഭാ തീരുമാനത്തിന് പിന്നിൽ ഒരു മന്ത്രിയാണെന്നും ഇക്കാര്യം പുറത്തുകൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട ചെന്നിത്തല മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി പറയണമെന്നും ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാളയാറിലെയും വേലന്താവളത്തെയും മോട്ടോർ വാഹന ചെക്ക് പോസ്റ്റുകളിൽ വീണ്ടും രാത്രിയിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. രാത്രി 12 മണി വരെ 1.5 ലക്ഷത്തിലേറെ രൂപ വിജിലൻസ് പിടിച്ചെടുത്തു. ചെക്ക് പോസ്റ്റിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ 3/4 ലക്ഷത്തോളം രൂപ കണ്ടെടുത്തിട്ടുണ്ട്. വാളയാറിലെയും വേലന്താവളത്തെയും മോട്ടോർ വാഹന ചെക്ക് പോസ്റ്റുകളിൽ ഇത് 3ാം തവണയാണ് വിജിലൻസ് ഈ മാസം മിന്നൽ പരിശോധന നടത്തുന്നത്. രാത്രി 12 മണി വരെ 1.5 ലക്ഷത്തിലേറെ രൂപ പിടികൂടി. വളയാറിൽ പണം നിക്ഷേപിക്കാൻ ജീവനക്കാർ കരുതിയത് തുണിസഞ്ചിയാണ്. പരിശോധനയിൽ ചെക്ക് പോസ്റ്റിലുള്ള ഉദ്യോഗസ്ഥരെ കൈക്കൂലി പണവുമായി പിടികൂടിയിട്ടുണ്ട്. പിരിച്ചെടുത്ത 70,000 രൂപയും കണ്ടെടുത്തു. രാത്രി 9:30 ആരംഭിച്ച പരിശോധന പുലർച്ചെ വരെ തുടർന്നു. വാളയാർ ഇൻ, വാളയാർ ഔട്ട്, വേലന്താവളം എന്നീ ചെക്ക് പോസ്റ്റുകളിലായിരുന്നു
രാത്രികാല പരിശോധന. ഈ മാസം 11, 12 തീയതികളിലായി നടന്ന വിജിലൻസ് പരിശോധനയിൽ 5 ചെക്ക് പോസ്റ്റുകളിൽ നിന്നായി 3,26,980 രൂപ പിടികൂടിയിരുന്നു. 11 വാളയാറിലെ 2 ചെക്ക് പോസ്റ്റുകളിലും മീനാക്ഷിപുരം, ഗോപാലപുരം, ഗോവിന്ദാപുരം ചെക്ക് പോസ്റ്റുകളിലുമായി നടത്തിയ പരിശോധനയിൽ 1,49,490 രൂപയും 13 വാളയാറിലെ ഇൻ ഔട്ട് ചെക്ക് പോസ്റ്റുകളിലും ഗോപാലപുരം, ഗോവിന്ദാപുരം, നടുപ്പുണി ചെക്ക് പോസ്റ്റുകളിലുമായി നടത്തിയ പരിശോധനയിൽ 1,77,490 രൂപയുമാണ് പിടിച്ചത്. ഇന്നലെ പാലക്കാട് യൂണിറ്റിനൊപ്പം കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥരും ചേർന്നായിരുന്നു പരിശോധന. കൈക്കൂലി പണം പിടികൂടുമ്പോൾ വാളയാറിൽ ഒരു MVIയും 3 AMVIയും ഒരു ഓഫീസ് അസിസ്റ്റന്റുമാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. വേലന്താവളത്ത് ഒരു AMVIയും ഒരു ഓഫീസ് അസിസ്റ്റന്റുമാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. വിജിലൻസ് പരിശോധന മുന്നിൽ കണ്ട വാളയാറിൽ ഇന്നലെ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരിൽ ഒരാളെ ചെക്ക് പോസ്റ്റുകൾക്ക് മുന്നിൽ നിരീക്ഷണത്തിനായി നിയോഗിച്ചായിരുന്നു അകത്തെ മാമൂൽ പിരിവ്. എന്നാൽ ലോറി ജീവനക്കാർക്കൊപ്പം മാറി നിന്ന് മണിക്കൂറുകളോളം നിരീക്ഷിച്ച ശേഷമാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ മിന്നൽ വേഗത്തിൽ ചെക്ക് പോസ്റ്റിനകത്തേക്ക് കയറി പരിശോധന നടത്തി പണം പിടിച്ചെടുത്തത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിന്റെ സ്ഥലത്ത് സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് സ്പോർട്സ് കൗൺസിൽ നിർമ്മിക്കുന്ന ടർഫ് മൈതാന നിർമ്മാണം അവസാന ഘട്ടത്തിൽ. ടർഫ് മാർച്ചിൽ നാടിന് സമർപ്പിക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച മന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിച്ചു. 80% പ്രവൃത്തി പൂർത്തിയാക്കിയ ടർഫ് കായിക പ്രേമികൾക്ക് മാർച്ചിൽ തുറന്നുകൊടുക്കും. ടർഫിന്റെ പുല്ലുവിരിക്കലും ലൈറ്റുകൾ പിടിപ്പിക്കലും ഇന്റർലോക്ക് കട്ടവിരിക്കലും പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികളും മാത്രമാണ് അവശേഷിക്കുന്നത്. വാണിയംകുളം പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിന് സമീപമുള്ള ഗ്രാമപഞ്ചായത്തിന്റെ 93 സെന്റ് സ്ഥലത്താണ് മൈതാനമൊരുങ്ങുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 4.32 കോടി രൂപ ചെലവിലാണ് പദ്ധതി. സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് മൈതാനം നിർമ്മിക്കുന്നത്. ചുറ്റുമതിൽ നിർമ്മാണവും കെട്ടിട നിർമ്മാണവും ഗാലറിയുടെ പ്രവൃത്തിയും മറ്റും പൂർത്തിയായി കഴിഞ്ഞു. പ്രവൃത്തി പൂർത്തീകരിക്കാൻ നിശ്ചയിച്ച സമയത്തേക്കാൾ 5 മാസം കാലാവധി കരാറുകാരന്റെ അഭ്യർത്ഥന മാനിച്ച് നീട്ടി നൽകിയിരുന്നു. ഒരു ചെറിയ തുക വാണിയംകുളം പഞ്ചായത്തിന് ലഭിക്കുന്ന നിലയിലാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മൈതാനത്തിന് നടത്തിപ്പിനായി ഒരാളെ ചുമതലപ്പെടുത്തും. ടർഫിന്റെ പ്രവൃത്തി അവസാന ഘട്ടത്തിലാണ്. മാർച്ചിൽ കായിക പ്രേമികൾക്ക് മൈതാനം തുറന്നുകൊടുക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. ടർഫ് വാണിയംകുളം പഞ്ചായത്തിന് ഒരു മുതൽക്കൂട്ടാവുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അത് വാണിയംകുളം പ്രദേശത്തുള്ള ആളുകൾക്ക് തന്നെ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒന്നാണ് പഞ്ചായത്ത് സ്റ്റേഡിയം. യാഥാർത്ഥ്യമാവുകയാണ്. ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ചെറിയൊരു സ്റ്റേഡിയമാണ്. പക്ഷേ സെവൻസ് ഫുട്ബോൾ ഗ്രൗണ്ടാണ് ഇതിലുള്ളത്. ടർഫാണ്. അതാണ് ഈ അന്താരാഷ്ട്ര നിലവാരം എന്ന് പറയാൻ കാരണം. ടർഫ് പതിച്ചിട്ടുള്ള ഏറ്റവും ആധുനിക സൗകര്യങ്ങളുള്ള ബഡ്ജറ്റ് അടക്കമുള്ള സൗകര്യങ്ങളുള്ള ഈ സ്റ്റേഡിയം മാർച്ചിൽ തുറന്നു കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. പി മമ്മിക്കുട്ടി MLA, വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ഹരിദാസൻ, പഞ്ചായത്ത് അംഗം സുജിത് പി രാജ് എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേന്ദ്ര സർക്കാരിന്റെ ജൽജീവൻ മിഷൻ സമഗ്ര കുടിവെള്ള പദ്ധതി പാലക്കാട് ജില്ലയിൽ മന്ത്രി MP രാജേഷ് അട്ടിമറിച്ചെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ. എല്ലാവർക്കും കുടിവെള്ളം എത്തിച്ചിരുന്നുവെങ്കിൽ മലമ്പുഴ ജലം പൂർണ്ണമായും ഉപയോഗിക്കപ്പെടുമായിരുന്നു. അങ്ങനെ വന്നാൽ മദ്യക്കമ്പനിക്ക് വെള്ളം കൊടുക്കാൻ കഴിയില്ല. ഇത് ദീർഘവീക്ഷണത്തോടെ കണ്ടാണ് മന്ത്രി കുടിവെള്ള പദ്ധതി അട്ടിമറിച്ചതെന്നും C കൃഷ്ണകുമാർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഒയാസിസ് മദ്യക്കമ്പനി എത്തുമ്പോൾ നിർമ്മാണത്തിനുള്ള അപേക്ഷ 2023 നൽകിയെന്നാണ് മന്ത്രി പറഞ്ഞത്. ഒയാസിസ് മദ്യക്കമ്പനി എത്തനോൾ നിർമ്മാണത്തിനുള്ള അപേക്ഷ 2023 നൽകിയെന്നാണ് മന്ത്രി പറഞ്ഞത്. എന്നാൽ കേന്ദ്രം കമ്പനിക്ക് എത്തനോൾ നിർമ്മിക്കാൻ അനുമതി നൽകിയത് 2024 മാത്രമാണ്. 2022 കമ്പനി എലപ്പുള്ളിയിൽ സ്ഥലം വാങ്ങുന്നുണ്ട്. ഇത് കാണിച്ചാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി ലഭിച്ചത്. ഇതെല്ലാം മുൻകൂട്ടി കണ്ട് കമ്പനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് സംസ്ഥാന സർക്കാരിൻ്റെ ഉറപ്പ് ലഭിച്ചതുകൊണ്ടാണ്. സംസ്ഥാനത്തെ ബ്രൂവറി ഇടപാട് നേരത്തെ തീരുമാനിച്ച് തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നതെന്നും C കൃഷ്ണകുമാർ ആരോപിച്ചു. കേന്ദ്ര സർക്കാരിന്റെ എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കാനുള്ള ജൽജീവൻ മിഷൻ പദ്ധതി പാലക്കാട് ജില്ലയിൽ അട്ടിമറിച്ചത് ശ്രീ MP രാജേഷാണ്. കാരണം ജൽജീവൻ മിഷൻ പദ്ധതി പാലക്കാട് ജില്ലയിൽ 100% നടപ്പാക്കിയാൽ മലമ്പുഴയിലെ നിലവിലുള്ള ശുദ്ധജല വിതരണ പദ്ധതിയുടെ കപ്പാസിറ്റി
പൂർണ്ണമായിട്ടും അതിനായിട്ട് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടാണ് എം പി രാജേഷും ഇടത് സർക്കാരും ഈ പദ്ധതി നടപ്പാക്കാൻ തുടങ്ങിയ കാലഘട്ടം മുതൽ ഇത് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഈ കമ്പനിയെ എത്തനോൾ നിർമ്മിക്കാനുള്ള യൂണിറ്റായിട്ട് സെലക്ട് ചെയ്യുന്നതിന് 4 മാസം മുമ്പ് തന്നെ ഈ കമ്പനി അപേക്ഷ കൊടുക്കുക. ഇവിടെ 2022 സ്ഥലം വാങ്ങി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത് ഈ പ്ലാന്റ് എലപ്പുള്ളിയത്തെ സ്ഥലം കാണിച്ച് അതിൻ്റെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിൽ പങ്കെടുക്കുന്നു. ഇതെല്ലാം ഈ കമ്പനിക്ക് ഇത്ര ധൈര്യപൂർവ്വം സാധിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ വലിയൊരു ഉറപ്പ് ഈ കമ്പനിക്ക് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ. ഓരോ കള്ളക്കഥകളും പൊളിയുമ്പോൾ മന്ത്രി പുതിയ ആരോപണങ്ങളുമായി വരികയാണ്. കമ്പനിക്ക് നൽകിയ അനുമതിക്കെതിരെ BJP കോടതിയെ സമീപിക്കുമെന്നും സി കൃഷ്ണകുമാർ വ്യക്തമാക്കി. ചിറ്റൂർ മേഖലയിലെ സ്പിരിറ്റ് കടത്തിൻ്റെ നിയന്ത്രണം ഇപ്പോൾ CPMലെ ചില പ്രമുഖർക്കാണെന്നും സി കൃഷ്ണകുമാർ ആരോപിച്ചു. CPM പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ വിഭാഗീയത ഇല്ലാതിരിക്കാൻ കാരണം ജില്ലാ സെക്രട്ടറിക്ക് ചിറ്റൂർ മേഖലയിലെ സ്പിരിറ്റും മന്ത്രിക്ക് ഡിസ്റ്റിലറിയും ലഭിച്ചതുകൊണ്ടാണെന്നും കൃഷ്ണകുമാർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ വാഴക്കോട് PRD റോഡിന് സമീപമുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ പുലിയെ കണ്ടതായി സൂചന. തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലി ചെയ്യുന്നതിനിടയിലാണ് പുലിയെ കണ്ടതായി പറയപ്പെടുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലി നിർത്തി ഓടിപ്പോകുകയായിരുന്നു. തുടർന്ന് പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിച്ചത് അനുസരിച്ച് വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല. പ്രദേശത്ത് പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ദേശീയപാത കുഴൽമന്നം വെള്ളപ്പാറയിൽ നിർത്തിയിട്ട ടാങ്കർ ലോറിക്ക് പിന്നിൽ കാറിടിച്ച് സ്ത്രീ മരിച്ചു. മുണ്ടൂർ വേലിക്കാട് ഫിലിപ്പിന്റെ ഭാര്യ 63 വയസ്സുള്ള സാറാമ്മ ഫിലിപ്പാണ് മരിച്ചത്. കോട്ടയത്ത് നിന്ന് മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം പാലക്കാട് മുണ്ടൂർ ഭാഗത്തേക്ക് വരുമ്പോഴായിരുന്നു വെള്ളപ്പാറയിൽ നിർത്തിയിട്ട ടാങ്കർ ലോറിക്ക് പിന്നിൽ കാറിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. തകർന്ന കാർ വെട്ടിപ്പൊളിച്ചാണ് സാറാമ്മയെയും ഫിലിപ്പിനെയും പുറത്തെടുത്തത്. സാറാമ്മ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ഫിലിപ്പിനെ ആശുപത്രിയിലേക്ക് മാറ്റി. കാർ ഓടിച്ചിരുന്ന ഫിലിപ്പ് ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഫെബ്രുവരി 3 മുണ്ടൂരിൽ വെച്ച് മകൻ്റെ വിവാഹ സൽക്കാര ചടങ്ങ് നടക്കാൻ നിശ്ചയിച്ചിരിക്കെയാണ് അപകടം നടന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. റോഡിന് കുറുകെയുള്ള കനാൽ പാലം തകർന്നിട്ട് പതിറ്റാണ്ടുകളായിട്ടും നന്നാക്കാൻ നടപടി സ്വീകരിക്കാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം. കോട്ടായി പൂടൂർ പ്രധാന പാതയിൽ പെരിങ്കുളങ്ങര സെൻട്രലിൽ നിന്നും പോകുന്ന ചേന്നംകാട് റോഡിലുള്ള മലമ്പുഴ കനാൽ പാലമാണ് കൈവരികൾ തകർന്ന ഗതാഗതത്തിന് ഭീഷണിയായി നിൽക്കുന്നത്. പൊതുവെ വീതി കുറഞ്ഞ പാലത്തിലെ കൈവരികൾ നശിച്ചതിനാൽ രാത്രി സമയങ്ങളിൽ അല്പമൊന്നും തെറ്റിയാൽ 10 അടിയോളം താഴ്ചയിലേക്ക് വീഴും. കനാൽ പാലത്തിൻ്റെ കൈവരി തകർന്നത് പുനർനിർമ്മിക്കണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടിൻ്റെ പഴക്കമുണ്ട്. അപകടം നടന്നിട്ട് കണ്ണു തുറക്കുന്നതിന് മുൻപ് അപകട സാധ്യത ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. നെന്മാറ പോത്തുണ്ടിയിൽ കൊല്ലപ്പെട്ട സുധാകരന്റെ മകൾ അതുല്യയുടെ തുടർ പഠനത്തിനും പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിനും യൂത്ത് കോൺഗ്രസ് ഒപ്പമുണ്ടാകുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. മാതൃസഹോദരിയുടെ വീട്ടിൽ കഴിയുന്ന അതുല്യയെയും അഖിലയെയും സന്ദർശിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാ സഹായവും ഉറപ്പു നൽകി. ഏതാനും വർഷം മുമ്പ് അമ്മ നഷ്ടപ്പെട്ട അഖിലയും അതുല്യയും അച്ഛൻ സുധാകരൻ്റെയും അച്ഛമ്മ ലക്ഷ്മിയുടെയും കരുതലിലാണ് കഴിഞ്ഞിരുന്നത്. അമ്മയുടെ ജീവനെടുത്ത ചെന്താമര തന്നെ അച്ഛൻ്റെയും അച്ഛമ്മയുടെയും ജീവനെടുത്തതോടെ അതുല്യയും അഖിലയും തീർത്തും അനാഥരായി. ഭയപ്പെടുത്തുന്ന അന്തരീക്ഷത്തിൽ കഴിഞ്ഞിരുന്ന ഇരുവരെയും ആലത്തൂർ ചിതലിയിലെ അമ്മയുടെ ചേച്ചി കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. ഇവിടെ എത്തിയാണ് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരുവരെയും ആശ്വസിപ്പിച്ച് സഹായങ്ങൾ വാഗ്ദാനം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജനങ്ങൾ സഹകരിച്ചാൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള കൊണ്ടയൂർ ഓങ്ങല്ലൂർ പാലം ഈ വർഷത്തിൽ തന്നെ നടപ്പിലാക്കാൻ കഴിയുമെന്ന് പട്ടാമ്പി MLA മുഹമ്മദ് മൊഹ്സിനും ചേലക്കര MLA UR പ്രദീപും പറഞ്ഞു. പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട MLA-മാരുടെ സംയുക്ത യോഗം ചെറുതുരുത്തി PWD റെസ്റ്റ് ഹൗസിൽ നടന്നു. അവർ നടത്തിയ പ്രവൃത്തി, ഇനി നടത്താൻ പോകുന്ന പ്രവൃത്തികളെ സംബന്ധിച്ചുള്ള ഒരു വിലയിരുത്തൽ എന്നിവർ നടത്തിയിട്ടുണ്ട്. ഇനിയും കുറച്ച് കടമ്പകളൂടെ കിടക്കാണ്. അവിടെ ഭൂമിയേറ്റവുമായി ബന്ധപ്പെട്ട് ചില സാങ്കേതിക തടസ്സങ്ങൾ അവരോട് പറഞ്ഞു. അത് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരെ വെച്ച് ഒന്ന് അതിൻ്റെ യോഗം ചേർന്ന് ഒന്ന് വേഗത്തിലാക്കി കൊടുക്കാൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി പണികളെ സംബന്ധിച്ച് കല്ലിടൽ വരെ അവിടെ ആയിട്ടുണ്ട്. ഇനി ആ കല്ലിട്ട് അത് അളന്ന് ഏതെല്ലാം ഗുണഭോക്താക്കൾ അല്ലെങ്കിൽ ഏതെല്ലാം അതിൻ്റെ ഭൂമിയുടെ ഉടമസ്ഥന്മാർ അവരുമായി സംസാരിക്കുകയും
അത് അവർക്ക് അതിൻ്റെ ഭൂമിയുടെ ന്യായവില കൊടുക്കേണ്ടതൊക്കെ ഉണ്ട്. അപ്പോൾ ഇരുവശത്തും വരുന്ന പുഴയുടെ അപ്പുറം ഇപ്പുറം വരുന്ന ഗുണഭോക്താക്കൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് വേഗത്തിലാക്കാനും അത് എത്ര ആ കല്ലിട്ട് ഉള്ളിൽ എത്ര പേർക്ക് ഈ ഭൂമി നമുക്ക് ഈ പ്രവൃത്തിക്ക് വേണ്ടി ഏറ്റെടുക്കേണ്ടി വരും എന്നെല്ലാം വളരെ കൃത്യമായി അതിനെ അടയാളപ്പെടുത്തുകയും അതൊന്ന് അതിൻ്റെ കണക്കെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാലതാമസം കൂടാതെ പാലത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ എത്രയും വേഗത്തിൽ നടപ്പിലാക്കാൻ യോഗത്തിൽ ധാരണയായി. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി.പി. രജീഷ്, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരായ കൃഷ്ണരാജ്, ഇ.ഐ. സജിത്ത്, വി.ജി. രഞ്ജിത്ത്, കെ.സി. കൃഷ്ണകുമാർ, എസ്. ജേക്കബ്, സി.ആർ. ജയന്തി എന്നിവർ പങ്കെടുത്തു. ആളുകളുടെ വളരെ പോസിറ്റീവായിട്ട് ഫ്രീ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വർഷം തന്നെ വർക്ക് ആരംഭിക്കാൻ പറ്റും. സ്ഥലം ഏറ്റെടുക്കുന്ന പ്രൊസീജിയർ, അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയർ ഉണ്ട്. അത് ആ പ്രൊസീജിയർ പ്രകാരം പോവുകയാണെങ്കിൽ കുറച്ച് കാലതാമസം എടുക്കും. നമ്മൾ ആളുകളോട് ഫ്രീ സറണ്ടറിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ള നിലയ്ക്ക് നടത്തും. ഫ്രീ ആയിട്ട് സ്ഥലം നമുക്ക് ലഭ്യമാക്കുകയാണെങ്കിൽ ഈ വർഷം തന്നെ നമുക്ക് പാലത്തിൻ്റെ പണി തുടങ്ങാൻ പറ്റും. പക്ഷേ ഫ്രീ അല്ല, അതിൻ്റെ പ്രൊസീജിയർ പ്രകാരം പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സമയമെടുക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കള്ളക്കണക്ക് നിരത്തി ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കാനും KSRTCയെ തകർക്കാനുമാണ് LDF സർക്കാർ ശ്രമിക്കുന്നതെന്ന് KST എംപ്ലോയീസ് സംഘ് സംസ്ഥാന ജനറൽ സെക്രട്ടറി S. അജയ്കുമാർ. എംപ്ലോയീസ് സംഘ് പാലക്കാട് ജില്ലാ ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അജയ്കുമാർ. ദിവസം 9 കോടി രൂപ വരുമാനമുണ്ടായിട്ടും നഷ്ടക്കണക്കുകൾ നിരത്തുന്നത് KSRTCയെ തകർത്ത് പൊതുഗതാഗതം സ്വകാര്യ കുത്തകകൾക്ക് തീരെഴുതാനുള്ള ഇടതു സർക്കാരിന്റെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്ത KST എംപ്ലോയീസ് സംഘ് സംസ്ഥാന ജനറൽ സെക്രട്ടറി S. അജയകുമാർ ആരോപിച്ചു. അങ്ങനെയൊക്കെ സ്ഥിതി വന്നു. ഇപ്പോൾ ശമ്പളം മുടക്കമില്ല, ശമ്പളം കൃത്യതയാണ്. പക്ഷെ അങ്ങനെ 2 മാസം വരെ ശമ്പളം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിലും ജനങ്ങളുടെ ഇടയിൽ KSRTCക്കാരെന്ന് കേൾക്കുമ്പോൾ ഒരു ചർച്ചയാണ്. നമുക്ക് അതിൻ്റെ ഭാഗത്ത് നമുക്ക് ചെറിയ വീഴ്ച കുറവുകളുമുണ്ട്, ബുദ്ധിമുട്ടുകളുമുണ്ട്. എന്താണെന്ന് കേട്ടാൽ കല്യാണം കഴിക്കാനാണെങ്കിൽ വീട്ടിൻ്റെ പണി കിട്ടും, രാജേഷിൻ്റെ പണി കിട്ടുമെന്നല്ല പറഞ്ഞത്. കാരണം ഈ വിവാഹം തിരുവനന്തപുരത്ത്, ഞാൻ തിരുവനന്തപുരത്തുകാരനായതുകൊണ്ട് തിരുവനന്തപുരത്തൊക്കെ ഈ കല്യാണം പെണ്ണാലോചിക്കുമ്പോൾ പയ്യൻ്റെ ജോലി തിരക്കും. അപ്പം വീട്ടുകാർ ജോലിയോടൊപ്പമാണ് കല്യാണം കഴിയുക, പയ്യൻ്റെ കൂടെ അല്ല. അപ്പോൾ അങ്ങനെ ഇവിടെ പാലക്കാടോടൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ അന്വേഷിക്കുമ്പോൾ KSRTC എന്ന് പറയുന്ന ചെറിയൊരു പിടുത്തം, ആ ഒരു പിടുത്തം നമുക്കുണ്ട്. മനസ്സേണികളുടെ ഗുണം എന്താണ്? നമ്മുടെ കുടുംബത്തിലൊരു ആവശ്യം വരെ നമ്മുടെ കുടുംബത്തിന് നമ്മൾ ബാക്കിയുള്ളവരൊക്കെ വലിയ സഹായങ്ങൾ ചെയ്യുമ്പോഴും എൻ്റെ വീട്ടിലെ അവസ്ഥ, എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ജ്യേഷ്ഠനും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. വീട്ടിൽ അവരുടെ മനസ്സിന് ശമ്പളം കിട്ടാത്തതാണെന്നാണ്. എന്നാൽ ശമ്പളം കിട്ടാതെയാണോ ശമ്പളം കിട്ടുന്നത്? എന്തുകൊണ്ട് ഈ വിഷയം പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യും? ജില്ലാ പ്രസിഡന്റ് V. ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന ജില്ലാ വൈസ് പ്രസിഡന്റ് V. വിജയനെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ജീവനക്കാരെയും വിവിധ സംഘടനകളിൽ നിന്നും എംപ്ലോയീസ് സംഘിൽ അംഗത്വമെടുത്തവരെയും യോഗത്തിൽ ആദരിച്ചു. BMS ജില്ലാ സെക്രട്ടറി K. രാജേഷ്, K. സുധാകരൻ, രാജേന്ദ്രൻ, എംപ്ലോയീസ് സംഘ് സംസ്ഥാന സെക്രട്ടറി P. K. ബൈജു, TV. രമേഷ് കുമാർ, K. സുരേഷ് കൃഷ്ണൻ, C. പ്രമോദ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂർ കൈമുകുന്നത്തുകാവിലെ ട്രസ്റ്റി ബോർഡിന്റെ ആചാരലംഘനത്തിനും ക്ഷേത്ര സംസ്കാരത്തിന് നിരക്കാത്തതുമായ പ്രവർത്തനങ്ങൾക്കെതിരെ ഭക്തജന കമ്മിറ്റി പ്രതിഷേധിക്കുമെന്ന് ഭക്തജന കമ്മിറ്റി ഭാരവാഹികൾ മണ്ണൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച വൈകിട്ട് 6:30 മണ്ണൂർ കൂട്ടുമുക്കിൽ വെച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. രാജേഷ് പുതിയത്, ദിവായ് കേരളശ്ശേരി, ശങ്കരനാരായണൻ, തങ്കപ്പൻ, പ്രീതത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ശ്രീ കൈമുകുന്നത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ക്ഷേത്രം ട്രസ്റ്റി ബോർഡിൻ്റെ ആചാരലംഘനവും ക്ഷേത്ര സംസ്കാരത്തിന് നിരക്കാത്തതുമായ പ്രവർത്തനങ്ങളും ദേവസ്വം ബോർഡിൻ്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തി ട്രസ്റ്റിയുടെ സ്വന്തം താല്പര്യങ്ങൾ മാത്രം നടന്നു വരുന്ന ഒരു ബിസിനസ് സ്ഥാപനമായി ഈ ക്ഷേത്രത്തെ മാറ്റിയിരിക്കുന്നു എന്ന് ഇവിടെയുള്ള ഭക്തജനങ്ങൾ എല്ലാവരും പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഈ ആചാരലംഘനത്തിനും ട്രസ്റ്റി ബോർഡിന്റെ ധിക്കാരപരമായ നടപടിക്കും എതിരെ ശ്രീ കൈമുകുന്നത്ത് ഭഗവതി ക്ഷേത്ര
അവിടെയുള്ള ഭക്തജനങ്ങളും എല്ലാവരും ഒന്നിച്ച് ഒരു ഭക്തജന കമ്മിറ്റി രൂപം കൊണ്ടിട്ടുണ്ട്. ഈ ഭക്തജന കമ്മിറ്റിയുടെ ഉദ്ദേശം ഈ ട്രസ്റ്റി ബോർഡിൻ്റെ ഈ നടപടികളെ മുഴുവൻ മാറ്റി ഇതേ ക്ഷേത്രത്തെ പഴയ രീതിയിൽ ഈ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തന്ത്രിയുടെ നിർദ്ദേശങ്ങളും എല്ലാം പാലിച്ചുകൊണ്ട് ഇവിടുത്തെ ഭക്തന്മാരുടെ മനോവേദനകൾ മാറ്റാൻ ഈ ട്രസ്റ്റി ബോർഡ് തയ്യാറാകണമെന്ന് പറഞ്ഞുകൊണ്ട് 1-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് ക്ഷേത്ര സന്നിധിയിൽ ഭക്തജനങ്ങൾ നാമജപത്തോടുകൂടി പ്രതിഷേധം തുടങ്ങി പൊതുപരിപാടി സംഘടിപ്പിക്കുന്നു. മനുഷ്യജീവനെടുക്കുന്ന വന്യമൃഗാക്രമണം തടയാൻ കഴിയാത്ത വനം മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് പാലക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജി ശിവരാജൻ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് മോഹനൻ കാഴ്ചപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കർഷക കോൺഗ്രസ് സെക്രട്ടറിമാരായ പി പങ്കജാക്ഷൻ മാസ്റ്റർ, എം കൃഷ്ണൻ, പെരിയാരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി കെ പ്രിയകുമാരൻ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് പി ആർ പ്രസാദ്, പി ഉണ്ണികൃഷ്ണൻ, പി പ്രസാദ്, ടി ആർ രാധാകൃഷ്ണൻ, കെ വേണുദാസ്, കെ സി സുരേഷ്, എൻ ശശി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പാലക്കാട് ജില്ലാ മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU കളക്ട്രേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ സഫറുള്ള ഉദ്ഘാടനം ചെയ്തു. അവർ നടപ്പിലാക്കുന്ന വകുപ്പ് വഴി നടപ്പിലാക്കുന്നതും തദ്ദേശ സ്വയംഭരണ വഴി നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ, അവർ നടപ്പിലാക്കുന്ന ആനുകൂല്യ വിതരണ പ്രവർത്തനങ്ങളിൽ മത്സ്യ അനുബന്ധ മേഖലയിലെ തൊഴിലാളികളെയും ഉൾപ്പെടുത്തി അവർക്ക് ന്യായമായ ക്ഷേമ പദ്ധതികളിൽ അവരെയും കൂടെ ഭാഗമാക്കണം എന്നതാണ് നമ്മൾ ഉയർത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം. മറ്റൊന്ന്, മാർക്കറ്റുകളുടെ ശോചനീയാവസ്ഥ. നമ്മുടെ കേരളത്തിൽ 947 പഞ്ചായത്തുകൾ, കേരളത്തിൽ 947 പഞ്ചായത്തുകൾ, 87 മുനിസിപ്പാലിറ്റികൾ. മത്സ്യ അനുബന്ധ തൊഴിലാളികളുടെ മക്കൾക്ക് ലംസം ഗ്രാന്റിന് പകരമായി പ്രത്യേക വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കുക, മത്സ്യ മാർക്കറ്റുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കുക, ക്ഷേമനിധി അംഗങ്ങൾക്ക് റിട്ടയർമെന്റ് ആനുകൂല്യം നടപ്പിലാക്കുക, തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതികളിലൂടെ മത്സ്യ അനുബന്ധ തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നൽകുക, സമ്പാദ്യ സമാശ്വാസ പദ്ധതി അനുബന്ധ തൊഴിലാളികൾക്ക് ലഭ്യമാക്കുക, മത്സ്യ അനുബന്ധ തൊഴിലാളികൾക്ക് പ്രത്യേക ആരോഗ്യ സംരക്ഷണ പാക്കേജ് അനുവദിക്കുക, മലമ്പുഴ ഡാമിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഗുണകരമാകുന്ന സഹകരണ സംഘം രൂപീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. ജില്ലാ പഞ്ചായത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റിന് മുന്നിൽ സമാപിച്ചു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സുൽഫീഖർ അലി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ MM സെയ്തുപ്പ, ഉണ്ണികൃഷ്ണൻ മമ്പാട്, സക്കീർ പട്ടാമ്പി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മുജീബ് റഹ്മാൻ, OM ബാബു, സുരേഷ് മലമ്പുഴ, ജില്ലാ സെക്രട്ടറി A സമീർ ഖാൻ, നാസർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാലിന്യമുക്ത കേരളത്തിന്റെ ഭാഗമായി വളത്തൂർ നഗർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ നേതൃത്വം നൽകി. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ PA യൂസഫ്, മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും പഞ്ചായത്ത് ജീവനക്കാരും ഹരിതകർമ്മസേനാംഗങ്ങളും സംയുക്തമായി കൊച്ചിൻ പാലം മുതൽ വിവിധ സ്ഥലങ്ങളിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഹരിതകർമ്മസേനയും അതേപോലെ പഞ്ചായത്തും ഒക്കെ കൂടെ കൂടി നമ്മുടെ ചെറുതുരുത്തിയുടെ ഒരു പ്രദേശം ക്ലീൻ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കാം. ആ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ മാസം 31-ാം തീയതിക്കുള്ളിൽ ശുചിത്വ കേരളത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ പഞ്ചായത്തുകളും ശുചീകരണ പ്രവർത്തനം നടത്തണമെന്നാണ്. വഴിയിൽ ഉപേക്ഷിച്ചുപോയ പാഴ്വസ്തുക്കൾ ചാക്കുകളിൽ ശേഖരിച്ചു. ഹരിതകർമ്മസേന പ്രസിഡന്റ് സെലിജയുടെ നേതൃത്വത്തിൽ 25ഓളം ഹരിതകർമ്മസേനാംഗങ്ങൾ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമായി ഞങ്ങൾ മാലിന്യ വിമുക്ത കേരളം ഹരിതകർമ്മസേന സ്ത്രീകൾ ഞങ്ങൾ 25 ആളോളം പേര് വരുന്ന ഞങ്ങൾ ഇവിടെ ഇന്ന് വൃത്തിയാക്കാൻ തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കണയം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനാഘോഷം ഭക്തി നിർഭരമായി. മകരമാസത്തിലെ അവിട്ടം നക്ഷത്രത്തിലാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം. കണയം ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി മുൻ മേൽശാന്തി ശ്രീകൃഷ്ണപുരം മഞ്ജുനാഥ് തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമം, നവകം, കലശം
തുടങ്ങിയ വിശേഷ പൂജകൾ നടന്നു. ക്ഷേത്രം മേൽശാന്തി കോമടത്തില്ലത്ത് കേശവ ശർമ്മയുടെ സാന്നിധ്യത്തിലായിരുന്നു വിശേഷ ചടങ്ങുകൾ. പ്രസിദ്ധ വാദ്യകലാകാരൻ കലാമണ്ഡലം ദേവരാജൻ വാദ്യസമർപ്പണത്തിന് നേതൃത്വം നൽകി. പ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായി വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം ഭജനമണ്ഡപത്തിൽ ഭക്തജനങ്ങൾക്ക് ലഘുഭക്ഷണവും ഒരുക്കിയിരുന്നു. ക്ഷേത്രം പ്രസിഡന്റ് കെ പരമേശ്വരൻ മാസ്റ്റർ, വൈസ് പ്രസിഡന്റുമാരായ അങ്ങാടിക്കൽ രാഘവൻ നായർ, പയ്യനഴി ഉണ്ണികൃഷ്ണൻ, ചാങ്കത്ത് അജിത് കുമാർ, സെക്രട്ടറി ചീനിക്കത്തോടി കൃഷ്ണദാസ്, ജോയിന്റ് സെക്രട്ടറിമാരായ കൂരിയിൽ ഉണ്ണികൃഷ്ണൻ, കിഴക്കേക്കര രാമദാസ്, OM ഗോപികൃഷ്ണൻ, രാജേഷ് വെള്ളോത്ത്, ട്രഷറർ അങ്ങാടിക്കൽ ശ്രീനാരായണൻ, ജോയിന്റ് ട്രഷറർ പാലുതൊടി രാവുണ്ണി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഉത്സവ നിറവിലാണ് കണയം പ്രദേശം. സജീവമായ സായാഹ്നങ്ങൾ. കണയം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കാളവേല പൂരം മഹോത്സവത്തോടനുബന്ധിച്ച് തോൽപ്പാവക്കൂത്ത് ആരംഭിച്ചതോടെയാണ് ഗ്രാമാന്തരീക്ഷം ആഘോഷ ചാരുതയണിഞ്ഞത്. കണ തൊട്ട് മുളവരെ നീളുന്ന ഒരു ഉത്സവക്കാലത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇവിടെ. വള്ളുവനാടിൻ്റെ ഉത്സവ പെരുമയ്ക്ക് നിറച്ചാർത്ത് നൽകുന്ന ആഘോഷമാണ് കണയം ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കാളവേല പൂരം മഹോത്സവം. 21 ദിവസത്തെ തോൽപ്പാവക്കൂത്തിന് കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചതോടെ ഗ്രാമാന്തരീക്ഷം അക്ഷരാർത്ഥത്തിൽ ആഘോഷഭരിതമാണ്. ക്ഷേത്രത്തിൽ തോൽപ്പാവക്കൂത്ത് വഴിപാടുകൾ പുരോഗമിക്കുകയാണ്. ഇന്നലെ ക്ഷേത്രത്തിൽ വെള്ളോത്ത് രശ്മി രാജേഷിന്റെ കൂത്തുവഴിപാടിനോടനുബന്ധിച്ച് വൈകിട്ട് ദീപാരാധനയ്ക്ക് പൂപ്പറ്റ ഹരിഗോവിന്ദ് ഇടക്കയിൽ സോപാന സംഗീതം സമർപ്പിച്ചു. തൃപ്പുറ്റ പാരിജാതം അവതരിപ്പിച്ച തിരുവാതിരക്കളയും പരാശക്തി കലാക്ഷേത്രം കലാകാരികളുടെ നൃത്തനൃത്യങ്ങളും പട്ടാമ്പി പ്രമോദിന്റെ ഭക്തിഗാനങ്ങളുമുണ്ടായി. ക്ഷേത്രതട്ടകത്തിലെ കുട്ടികളുടെ കലാപരിപാടികളും ഒരുക്കിയിരുന്നു. ക്ഷേത്രത്തിൽ അരനൂറ്റാണ്ടിലേറെയായി തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കുന്നത് പാലപ്പുറം ബാലകൃഷ്ണ പുലവരാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മുളൂർക്കര ആറ്റൂർ ഹൈദ്രോസി ആറ്റക്കോയ തങ്ങൾ മഖാമിലെ 86ാമത് ഉറൂസ് മുബാറക്കിന് കൊടികയറി. ഇതോടെ 3 ദിവസങ്ങളിലായി നടക്കുന്ന നേർച്ചയ്ക്ക് തുടക്കമായി. വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം മഹല്ല് പ്രസിഡന്റ് OM ഏന്ത്യൻ പതാക ഉയർത്തിയതോടെ വെള്ളി, ശനി, ഞായർ എന്നീ 3 ദിവസങ്ങളിൽ നടക്കുന്ന നേർച്ചയ്ക്ക് തുടക്കമായി. തുടർന്ന് നടന്ന പ്രാർത്ഥനയ്ക്ക് SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇമ്പിച്ചിക്കോയ തങ്ങൾ ലക്കിടി നേതൃത്വം നൽകി. ഇനിയുള്ള 3 ദിവസങ്ങൾ പ്രാർത്ഥനയുടെയും മൗലൂദ് പാരായണത്തിൻ്റെയും ദിനങ്ങളാണ്. നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് നടന്ന സമ്മേളനം പൂക്കോയ തങ്ങൾ നഗറിൽ SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇമ്പിച്ചിക്കോയ തങ്ങൾ ലക്കിടി ഉദ്ഘാടനം ചെയ്തു. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട അള്ളാഹു മഹാനവറുകളുടെ നിറഞ്ഞു വൃത്തിക്കൊടുത്താൻ കഴിയുക. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പുത്രൻ സയ്യിദ് പൂക്കോയത്തങ്ങൾ 12 വർഷം മുമ്പ് വിട പറഞ്ഞു പോയത്. വളരെ പ്രസരിപ്പോടുകൂടി നമുക്ക് നായകത്വം നൽകുന്ന മഹാമനുഷ്യയാണ്. അദ്ദേഹത്തിന്റെ നാമധേയത്തിലാണ് ഈ നഗരി. അപ്പൊ അദ്ദേഹത്തിന്റെ പിതാവ് ബഹുമാനപ്പെട്ട സയ്യിദ് ആറ്റക്കോയത്തങ്ങൾ മഹാനവറുകളുടെ ഉറൂസ് 86ാമത്തെ ഉറൂസ് എന്ന് പറഞ്ഞു കൊണ്ടായി. എനിക്കിപ്പോ 69 വയസ്സായിട്ടുണ്ട്. അപ്പൊ 10-17 വർഷം, ഞാൻ ജനിക്കുന്നതിന്റെ 10-17 വർഷം മുമ്പ് മഹാനവറുകൾ വിടപറച്ചിലുണ്ടായിട്ട്. ആറ്റൂർ സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ
അൽ ഹൈദ്രോസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മഹല്ല് പ്രസിഡന്റ് OM ഏന്ത്യൻ അധ്യക്ഷത വഹിച്ചു. ഷഹീം തങ്ങൾ, അൽ ഹൈദ്രോസി, ആറ്റൂർ മഹല്ല് ഖത്തീബ് ഷിഹാബ് ഫൈസി മഞ്ചേരി, മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ നിരവധി ആളുകൾ സന്നിധരായി. തുടർന്ന് വൈകിട്ട് നടന്ന ചീസ്തി റാത്തിബ് പാണക്കാട് സയ്യിദ് ഫൈനാൻസ് അലി ഷിഹാബ് തങ്ങൾ നേതൃത്വം നൽകി. ശനിയാഴ്ച രാവിലെ 9 മണിക്ക് ഏർവാടി മൗലൂദ് ആഷിഖ് വാഫി, അലി അക്ബർ അഷ്റഫി, ഫാരീദ് അക്സ്നി എന്നിവർ നേതൃത്വം നൽകും. വൈകിട്ട് നടക്കുന്ന മതപ്രഭാഷണം ആറ്റൂർ മഹൽ ഖത്തീബ് ഷിഹാബ് ഫൈസി മഞ്ചേരി ഉദ്ഘാടനം ചെയ്യും. സ്വാലിഖ് അൻവരി ചേകന്നൂർ മുഖ്യപ്രഭാഷണം നടത്തും. ഞായറാഴ്ച രാവിലെ 8 മണിക്ക് നടക്കുന്ന മൗലൂദ് ദുവാ മജ്ലിസ് SJM വടക്കഞ്ചേരി മേഖലാ പ്രസിഡന്റ് M അഷ്റഫ് ദാരിമി നേതൃത്വം നൽകും. തുടർന്ന് മഹാ അന്നദാനവും ഉണ്ടാകും. ജാതി ഭേദമന്യേ നിരവധി ആളുകൾ ഈ ചടങ്ങിൽ പങ്കെടുക്കും. വൈകിട്ട് നടക്കുന്ന മജ്ലിസ് നൂറിന് സയ്യിദ് മുബാറക്ക് തങ്ങൾ മുതുതല നേതൃത്വം നൽകും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഡിവൈഎഫ്ഐ ഷൊർണൂർ മേഖലാ കമ്മിറ്റി രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനം ആചരിച്ചു. മുണ്ടായ സെന്ററിൽ നടന്ന ഗാന്ധി സ്മൃതി CPM ഷൊർണൂർ ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ് ഉദ്ഘാടനം ചെയ്തു. ഒരവകാശവുമില്ലാതെ ഈ രാജ്യത്ത് ജീവിച്ചിരുന്ന സാധാരണ മനുഷ്യർക്ക് ഇന്ന് നാം അനുഭവിക്കുന്ന മുഴുവൻ സ്വാതന്ത്ര്യവും നേടിത്തരുന്നതിന് വേണ്ടി ജീവിതകാലം മുഴുവൻ പ്രവർത്തിക്കുകയും അങ്ങനെ നാം നേടിത്തന്ന സ്വാതന്ത്ര്യം ഇന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ RSS നേതൃത്വം കൊടുക്കുന്ന അതിന്റെ ആശയധാരകൾ ഉൾക്കൊള്ളുന്ന അതിൽ നിന്ന് ഈ രാജ്യത്തെ സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാനെ കൊല ചെയ്യുന്നതിലേക്ക് ചെന്ന് അവസാനിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. CPM ലോക്കൽ കമ്മിറ്റി അംഗം T മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. DYFI ഷൊർണൂർ മേഖലാ സെക്രട്ടറി MK ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. DYFI ജില്ലാ വൈസ് പ്രസിഡന്റ് ശലീഷ ശങ്കർ, ബ്ലോക്ക് കമ്മിറ്റി അംഗം രാജേഷ് പോൾ, മേഖലാ പ്രസിഡന്റ് KU വിവേക, ട്രഷറർ രഞ്ജിത്ത്, വൈസ് പ്രസിഡന്റ് MP ശോഭ, CPM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ M നാരായണൻ, MK രാമചന്ദ്രൻ, രാജേഷ് പട്ടത്ത് എന്നിവർ സംസാരിച്ചു. വാർഡ് കൗൺസിലർ P ജിഷ, CPM മുണ്ടായ ബ്രാഞ്ച് സെക്രട്ടറി ഗോപിനാഥ് പാലാട്ട്, വായനശാല ബ്രാഞ്ച് സെക്രട്ടറി ശ്യാംകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. DYFI മുണ്ടായ യൂണിറ്റ് സെക്രട്ടറി P ശ്രീജേഷ് നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. AIYF പാലക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണൂർ കോട്ടക്കുന്നിൽ ഗാന്ധി രക്തസാക്ഷി ദിനം സംഘടിപ്പിച്ചു. CPI സംസ്ഥാന കൗൺസിൽ അംഗം അജിത് കൊളാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ രീതി, ചരിത്രം പഠിക്കാതെ എങ്ങനെ രാഷ്ട്രം മുന്നോട്ട് പോകും? ചരിത്രം പഠിക്കാത്തത് കൊണ്ടാണ് RSS ഇന്ത്യ ഭരിക്കുന്നത്. RSS പഠിപ്പിക്കുന്ന ചരിത്രം ഏതാ? സവർക്കറും ഗോൾവാൾക്കറും എഗഡേവാറുമാണ് ഇന്ത്യയുടെ അധികാരികന്മാരായ നേതാക്കന്മാരെന്ന്. RSS പഠിപ്പിക്കുന്ന ചരിത്രം ഏതാ? ഹിന്ദുത്വം മാത്രമാണ് ഇന്ത്യയിലെ ഏക പോംവഴി എന്നുള്ളത്. ഏതാണ് ഹിന്ദുത്വം? ഏതാണ് ഹിന്ദു? എങ്ങനെ ഇന്ത്യയിൽ വാൽമീകി എഴുതിയ രാമായണം മാറിയിട്ട് RSS പറയുന്ന രാമന്റെ രാജ്യമായിട്ട് ഇന്ത്യ മാറി? മണ്ണൂർ മേഖലാ കമ്മിറ്റി സെക്രട്ടറി K പിഞ്ചു അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് PR രാജേഷ്, NCP ലോക്കൽ സെക്രട്ടറി തങ്കപ്പൻ, KV ബാബു, മുരളി K തരേക്കാട്, M ജയകൃഷ്ണൻ, K വേലു, K ഷൗക്കത്ത് അലി, KN ദേവൻ, CD റിജോയ്, P ശ്രീനിവാസൻ, KS സുനീർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഗാന്ധി രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് DYFI മണ്ണൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മരണ സംഘടിപ്പിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗം U രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ചരിത്രത്തിനെ മാറ്റി കഴിയാൻ RSSകാർക്ക് കഴിയില്ല. ചരിത്രത്തെ മാറ്റി കളയാൻ BJPക്ക് കഴിയില്ല. ചരിത്രത്തിലെ വസ്തുതകളെ ചരിത്ര പുസ്തകത്തിൽ നിന്ന് നീക്കിക്കളയാൻ ഇന്ത്യയിൽ ഒരു ശക്തിക്കും കഴിയില്ല. അതിന് സമ്മതിക്കില്ലെന്ന പ്രഖ്യാപനമായാണ് ഞങ്ങൾ ഈ അനുസരണം നടന്നത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഗാന്ധി മതത്തിൽ നടന്നത്? TS രഘുത്തമൻ അധ്യക്ഷത വഹിച്ചു. AV അർജുനൻ, AI അസീസ്, പഞ്ചായത്ത് ഉപാധ്യക്ഷൻ OV സ്വാമിനാഥൻ, PS മുത്തലി, NC രാജേഷ് കുമാർ, അജിത് രാജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.
ഗാന്ധി രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് ഡിവൈഎഫ്ഐ മുണ്ടൂർ 2 മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറി ടി കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ഭരണം എങ്ങനെ നടക്കുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അനൗദ്യോഗികമായി ഇന്ത്യ ഒരു ഹിന്ദു റിപ്പബ്ലിക്കാണ് ഇപ്പോൾ. ഔദ്യോഗികമായിട്ടല്ല, അനൗദ്യോഗികമായി. ഏതാണ്ട് അതിൻ്റെ മസാലയും അതിൻ്റെ പൊടികളും എല്ലാം കൃത്യമാണ്. ഇന്ത്യ ഏതാണ്ട് ഒരു 10 വർഷമായി ഔദ്യോഗികമായ ഒരു ബ്രാഹ്മണിക്കൽ റിപ്പബ്ലിക്കാണ്. അതിനാവശ്യമായ കോടതി, അതിനാവശ്യമായ നിയമം, അതിനാവശ്യമായ ഭരണഘടനാ ഭേദഗതിയെ സംബന്ധിച്ചുള്ള ആലോചന, മുസ്ലിം മത വിശ്വാസികൾക്കെതിരായി എടുക്കുന്ന നിലപാട്, ക്രിസ്ത്യൻ മത വിശ്വാസികൾക്കെതിരായി എടുക്കുന്ന നിലപാട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കളയാനുള്ള ആവശ്യം. സംഘാടക സമിതി ചെയർമാൻ വി ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. PS അജിത്, ലോക്കൽ സെക്രട്ടറി നാരായണൻകുട്ടി, വി സ്വാമിനാഥൻ, കാസിം മാസ്റ്റർ, ശ്രീധരൻ, ഗീതാ സതീഷ്, കൃഷ്ണദാസ്, അബ്ദുൾ സലാം, രംജിത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ KVR സ്കൂൾ വാർഷികം ആഘോഷിച്ചു. വാർഷികാഘോഷം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. വ്യാഴാഴ്ച രാവിലെ പതാക ഉയർത്തിയതിനു ശേഷം ഉച്ചയ്ക്ക് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളുണ്ടായി. വൈകിട്ട് 5-ന് നടന്ന പൊതുസമ്മേളനം ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് VS സുധേഷ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ KR മോഹൻദാസ് സ്വാഗതം പറഞ്ഞു. 2024 മികച്ച സിനിമാ നടിക്കുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് ബീന R ചന്ദ്രൻ വിശിഷ്ടാതിഥിയായിരുന്നു. വിരമിക്കുന്ന പ്രധാന അധ്യാപിക KR ഷീന, അധ്യാപിക CC രജിത എന്നിവർക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. PTA ഉപഹാരവും ചടങ്ങിൽ നൽകി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ, PTA വൈസ് പ്രസിഡന്റ് അജിത്, MPTA പ്രസിഡന്റ് അജിത വിനോദ്, സ്റ്റാഫ് സെക്രട്ടറി SP രാമപ്രസാദ് എന്നിവർ സംസാരിച്ചു. KR ഷീന, CC രജിത എന്നിവർ മറുപടി പ്രസംഗം നടത്തി. ചടങ്ങിൽ സ്കോളർഷിപ്പ് വിതരണവുമുണ്ടായി. തുടർന്ന് ബീന R ചന്ദ്രന്റെ നേതൃത്വത്തിൽ KV ശ്രീജ രചനയും CM നാരായണൻ സംവിധാനവും നിർവഹിച്ച ആറങ്ങോട്ടുകര കലാപാഠശാലയുടെ ഏകപാത്ര നാടകം ഒറ്റഞ്ഞാവൽ മരം അരങ്ങിലെത്തി. ഏകപാത്ര നാടകത്തിന് ശേഷം വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കവളപ്പാറ AUP സ്കൂളിൽ ഇംഗ്ലീഷ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. MPTA പ്രസിഡന്റ് ചിത്ര ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ദിയാലക്ഷ്മി സ്വാഗതം പറഞ്ഞു. PTA വൈസ് പ്രസിഡന്റുമാരായ PK മണികണ്ഠൻ, ലാവണ്യ, പ്രധാനാധ്യാപിക KP സരസ്വതി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാവിരുന്നുണ്ടായി. കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഭാഷയോടുള്ള താൽപര്യം വളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. a path to show your success or show your skills or improve your skills and self-confidence. അതിഥി നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പത്തിരിപ്പാല മൗണ്ട് സീന പബ്ലിക് സ്കൂളിൽ ആർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് മേള സംഘടിപ്പിച്ചു. മൗണ്ട് സീന മാനേജർ K അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ KS വിനോദ്, വൈസ് പ്രിൻസിപ്പൽ K ശ്രീലത, സീനിയർ വിഭാഗം ഹെഡ് ഉമൈവാൻ, LP വിഭാഗം ഹെഡ് ബൾക്കീസ്, മോണ്ടിസോറി ഹെഡ് രജനി, രജീഷ് മാസ്റ്റർ, ആർട്സ് അധ്യാപകരായ അഹമ്മദ് കുട്ടി, ഷീജ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. വാട്ടർ കളർ, പെൻസിൽ ഡ്രോയിങ്, ഫാബ്രിക് പെയിന്റിംഗ്, ഗ്ലാസ് പെയിന്റിംഗ് എന്നിവയിലായി 500-ലധികം പെയിന്റിംഗ്, കരകൗശല വസ്തുക്കൾ വിദ്യാർത്ഥികൾ മേളയിൽ പ്രദർശിപ്പിച്ചു. മൗണ്ട് സീന പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ ചേർന്നൊരുക്കിയ ഒരു ആർട്ട് എക്സ്പോ ആണ്. കുട്ടികളുടെ പെയിന്റിങ്ങുകൾ, കലാരചനകൾ നമ്മളുടെ ആർട്ട് ടീച്ചർമാരുടെ നേതൃത്വത്തിൽ ഒരുക്കിയ ഒരു 2 ദിവസത്തെ ആർട്ട് എക്സിബിഷൻ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തിരുവേക്കപ്പുറ യൂണിറ്റ് 33-ാം വാർഷിക സമ്മേളനം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു. KSSPU പട്ടാമ്പി ബ്ലോക്ക് സെക്രട്ടറി KM
ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് കെ അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി CS ലംബോദരൻ സ്വാഗതവും KM അമീർ ഷെരീഫ് നന്ദിയും പറഞ്ഞു. ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റും റിട്ടേണും എന്ന വിഷയത്തിൽ ടാക്സ് പ്രാക്ടീഷണർ അഡ്വക്കേറ്റ് സുനിൽ V മേനോൻ ക്ലാസ് എടുത്തു. ഒറ്റപ്പാലം ഫെസ്റ്റ് ഫെബ്രുവരി 1-2 തീയതികളിൽ നടക്കും. 1-ന് വൈകിട്ട് സംഗീത പരിപാടിയും 2-ന് സാംസ്കാരിക ഘോഷയാത്രയും നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് 19-ാം മൈലിന് സമീപത്തെ വേദിയിലാണ് സംഗീത പരിപാടി. ഫെസ്റ്റിന്റെ ഔപചാരിക ഉദ്ഘാടനം വൈകിട്ട് 7 മണിക്ക് VK ശ്രീകണ്ഠൻ MP നിർവഹിക്കും. K പ്രേംകുമാർ MLA, നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി, മുൻ MLA M ഹംസ തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുക്കും. സമ്മേളനത്തിന് ശേഷം സംഗീത പരിപാടി തുടരും. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് 19-ാം മൈലിൽ നിന്ന് ഘോഷയാത്ര ആരംഭിക്കും. 10-ലേറെ കമ്മിറ്റികൾ പങ്കെടുക്കും. രാത്രി 10-ന് ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിലാണ് സമാപനമെന്ന് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് K അയൂബ്, ജനറൽ കൺവീനർ K വിനോദൻ, VP സുരേഷ് ബാബു, TP ഷമീർ, അമീർ രാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒറ്റപ്പാലം ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടവനാടിലെ സാംസ്കാരിക കേന്ദ്രമായിട്ടുള്ള ഒറ്റപ്പാലത്തിൻ്റെ മുഴുവൻ മാനവരാശിയുടെ ഒരു അഭിമാന പരിപാടിയായിട്ടാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 4-ാം തുറയിൽ നമുക്ക് നല്ല സപ്പോർട്ടാണ് ഓരോ വർഷവും കയറി വരുമ്പോൾ. 3-ാമത്തെ കഴിഞ്ഞ് 4-ാമത്തെ തവണയാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. അതിന് നമ്മൾ ഉദ്ഘാടകനായിട്ട് നമ്മുടെ പാലക്കാട് MP ശ്രീകണ്ഠനാണ്. അതേപോലെ തന്നെ മുഖ്യ അതിഥിയായിട്ട് MLA, മുൻ MLA ശ്രീ ഹംസ അദ്ദേഹമുണ്ട്. പിന്നെ ഗസ്റ്റായിട്ട് അനിൽ രാധാകൃഷ്ണൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ ഇപ്രാവശ്യം ഫെസ്റ്റിന്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നെന്മാറ ഇരട്ടക്കൊലപാതകം. കൊല്ലപ്പെട്ട സുധാകരന്റെ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ മകൾക്ക് ജോലി നൽകുമെന്ന് ആരോഗ്യമന്ത്രി ഉറപ്പു നൽകിയതായി രമേശ് ചെന്നിത്തല. ഇളയ മകൾക്ക് തുടർ പഠനത്തിന് സാഹചര്യം ഒരുക്കണമെന്നും മന്ത്രിയോട് ആവശ്യപ്പെട്ടു. കുട്ടികളെ രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. കാർണവർ കൊലക്കേസ് പ്രതിയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനത്തിനെതിരെ ഗവർണറെ സമീപിക്കുമെന്നും രമേശ് ചെന്നിത്തല. നെന്മാറയിൽ കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് സഹായ വാഗ്ദാനവുമായി യൂത്ത് കോൺഗ്രസും. വാളയാറിലെയും വേലന്താവളത്തെയും മോട്ടോർ വാഹന ചെക്ക് പോസ്റ്റുകളിൽ വീണ്ടും വിജിലൻസിന്റെ രാത്രികാല മിന്നൽ പരിശോധന. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് കൈക്കൂലി പണം പിടിച്ചെടുത്തു. ഈ മാസം ചെക്ക് പോസ്റ്റുകളിൽ വിജിലൻസ് രാത്രിയിൽ മിന്നൽ പരിശോധന നടത്തിയത് ഇത് 3-ാം തവണ. കേന്ദ്ര സർക്കാരിന്റെ ജൽജീവൻ മിഷൻ സമഗ്ര കുടിവെള്ള പദ്ധതി പാലക്കാട് ജില്ലയിൽ മന്ത്രി MP രാജേഷ് മദ്യ കമ്പനിക്ക് വേണ്ടി അട്ടിമറിച്ചെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ. എല്ലാവർക്കും കുടിവെള്ളം എത്തിച്ചിരുന്നുവെങ്കിൽ മലമ്പുഴ ജലം പൂർണ്ണമായും ഉപയോഗിക്കപ്പെടുമായിരുന്നു. ദീർഘവീക്ഷണത്തോടെ ഇക്കാര്യം കണ്ടാണ് പദ്ധതി അട്ടിമറിക്കാൻ മന്ത്രി നേതൃത്വം നൽകിയതെന്നും പരസ്പരവിരുദ്ധ പ്രസ്താവനകളാണ് MP രാജേഷ് നടത്തുന്നതെന്നും C കൃഷ്ണകുമാർ. ദേശീയപാത കുഴൽമന്നം വെള്ളപ്പാറയിൽ ടാങ്കർ ലോറിക്ക് പിന്നിൽ കാറിടിച്ച മുണ്ടൂർ സ്വദേശിനിക്ക് ദാരുണാന്ത്യം. മരിച്ചത് മുണ്ടൂർ വേലിക്കാട് ഫിലിപ്പിന്റെ ഭാര്യ സാറാമ്മ. അപകടത്തിൽ കാർ ഓടിച്ചിരുന്ന ഫിലിപ്പിന് ഗുരുതര പരിക്ക്. അപകടം സംഭവിച്ചത് കോട്ടയത്തെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മുണ്ടൂരിലെ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ. മണ്ണൂർ കൈമുകുന്നത്തുകാവ് ട്രസ്റ്റി ബോർഡിനെതിരെ ഭക്തജന കമ്മിറ്റി. ആചാരലംഘനവും ക്ഷേത്ര സംസ്കാരത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങളും അംഗീകരിക്കാനാകില്ല. ശനിയാഴ്ച വൈകിട്ട് മണ്ണൂർ കൂട്ടുമുക്കിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ഭക്തജന കമ്മിറ്റി ഭാരവാഹികൾ. കായിക പ്രേമികൾക്ക് ശുഭവാർത്ത. വാണിയംകുളത്ത് ഗ്രാമപഞ്ചായത്തിന്റെ ടർഫ് നിർമ്മാണം അവസാന ഘട്ടത്തിൽ. സംസ്ഥാന സർക്കാർ അനുവദിച്ച 4.32 കോടി രൂപ ചെലവിൽ സ്പോർട്സ് കൌൺസിൽ ആധുനിക മൈതാനം സ്ഥാപിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് സ്ഥലത്ത്. ടർഫ് മാർച്ചിൽ നാടിന് സമർപ്പിക്കുമെന്ന് കായികമന്ത്രി V അബ്ദുറഹ്മാൻ. തൃശൂർ, പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ദേശമംഗലം, കൊണ്ടയൂർ, ഓങ്ങല്ലൂർ, കാരക്കാട് പാലം യാഥാർത്ഥ്യത്തിലേക്ക്. ഭാരതപ്പുഴയിൽ ചേലക്കര, പട്ടാമ്പി മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ റിവ്യൂ മീറ്റിംഗ് ചെറുതുരുത്തിയിൽ നടന്നു. ജനങ്ങളുടെ സഹകരണമുണ്ടായാൽ പദ്ധതി ഈ വർഷം നടപ്പാക്കാനാകുമെന്ന് MLA-മാരായ UR പ്രദീപിന്റെയും മുഹമ്മദ് മുഹസിന്റെയും ഉറപ്പ്. പൂടൂർ പാതയിൽ പെരിങ്ങുളങ്ങര, ചേന്നംകാട്, മലമ്പുഴ കനാൽ പാലം അപകടാവസ്ഥയിൽ. പതിറ്റാണ്ടുകളായി പാലം തകർച്ചാ ഭീഷണിയിലെന്ന നാട്ടുകാർ. അധികാരികളുടെ അനാസ്ഥ അവസാനിപ്പിക്കണമെന്ന ആവശ്യം. വന്യമൃഗങ്ങളുടെ ആക്രമണം തടയുന്നതിൽ പരാജയപ്പെട്ട വനം മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മാത്തൂരിൽ കർഷക കോൺഗ്രസ് പ്രതിഷേധം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.